എല്ലാവർക്കും ഇത് ന്യൂറൂട്ട് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ദുഃഖകരമായൊരു ന്യൂസിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. ഇത് ഏകദേശം സത്യമാണോ അതോ സ്ഥിരീകരിക്കാത്തൊരു ന്യൂസാണോ എന്നറിയില്ല. ഗൂഗിളിലും മറ്റും കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആളുകൾ സംസാരിക്കുന്നുമുണ്ട്. ഡിസംബർ 12, 2024 വൈറസ് സാമ്പിൾ മിസ്സിംഗ് ഫ്രം ആസ്ട്രേലിയൻ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് അല്ലെങ്കിൽ അർത്ഥം എന്നാണെങ്കിൽ, ആസ്ട്രേലിയൻ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്ന നിരവധി വൈറസുകളിൽ നിന്ന് വളരെ അപകടകാരിയായ 4-5 വൈറസുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇതിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതുപോലൊരു സംഭവമാണ് നമുക്ക് കോവിഡ് സമ്മാനിച്ചത് എന്നുള്ളതാണ് ഈ നടക്കുന്ന വാർത്ത. കോവിഡ് വന്നതിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ മരണപ്പെടുകയുണ്ടായി. അത് നിയന്ത്രണ വിധേയമാക്കാനും നമുക്ക് സാധിച്ചു. അത് ഏകദേശം 13/2023-24 കാലയളവിലാണ്. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോവിഡ് വന്നതിന് ശേഷം നമ്മളൊന്ന് ലോകം മുക്തമായിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. ചൈനയിൽ നിന്നാണ്, ഹുവാങ്ങിൽ നിന്നാണ് ആ വൈറസ് ലോകം മുഴുവൻ പരന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞത്. നമുക്കറിയാം, ആ വൈറസ് വന്നതിന് ശേഷം ധാരാളം മൃഗങ്ങളിലും അതുപോലെ വവ്വാലുകളിലൊക്കെ പകരുകയും അത് കുതിരകൾക്കെല്ലാം ആ വൈറസ് വ്യാപിക്കുകയും ധാരാളം കുതിരകളും മരണപ്പെട്ടിട്ടുണ്ട്. ആ കുതിരകളുടെ എണ്ണമൊന്നും പ്രത്യേകിച്ചിട്ട് ആരും അറിഞ്ഞിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഇവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരു അപകടകരമായ അവസ്ഥയിലേക്ക് ലോകം വരുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് മേൽ പറഞ്ഞത്. ഈ യുദ്ധത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വൈറസ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് ഇൻ്റലിജൻസ് വൃത്തങ്ങൾക്ക് പോലും പിടുത്തം കിട്ടാത്തൊരു സംഭവത്തിലേക്കാണ് നീങ്ങുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ വാർത്ത. മേൽപ്പറഞ്ഞ വൈറസ് എന്ന് പറഞ്ഞാൽ മറ്റേ കോവിഡിനേക്കാൾ അതിഭയങ്കരമായ വൈറസുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോവിഡ് വൈറസ് നമുക്കറിയാം, അതൊരു അത് മൈക്രോസ്കോപ്പിലൂടെ പോലും കാണാൻ സാധിക്കാത്തത്ര ചെറുതായിരുന്നു. അത് രക്തത്തിലൊക്കെ പ്രവേശിക്കുന്നതിന് പകരം മൂക്കിൻ്റെ ചില ഭാഗങ്ങളിൽ കയറിക്കൂടുകയും അവിടെ മാത്രം ഉണ്ടാകുന്ന ഒരു ചെറിയ ശ്വാസമുട്ടൽ പോലത്തെ, നമ്മൾ ഹൃദയത്തിനെ ബാധിക്കുന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ആളുകൾക്ക് മരണം സംഭവിച്ചിരുന്നത്. ഇതങ്ങനെയല്ല വരിക, ഇതിനേക്കാൾ മാരകമായിട്ടാണ് വരിക. അന്ന് തന്നെ ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ടായിരുന്നു. സൗദിയിൽ ഒരു ആളുടെ കഴുത്തിൽ കണ്ട ഒരു മുഴ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഒരു പുതിയ വൈറസിനെ കിട്ടുകയും ആ വൈറസാണ് കോവിഡ് മുഴുവൻ പരത്തിയത് എന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. അന്ന് അതേ കാലയളവിൽ തന്നെ അമേരിക്കയിൽ സെർച്ചിങ് നടത്തിയിരുന്ന 2 ശാസ്ത്രജ്ഞന്മാർ അവിടുന്ന് പെട്ടെന്ന് ജോലി ഉപേക്ഷിച്ച് ചൈനയിലേക്ക് വരികയും അതെന്താണ് ഏതാണെന്ന് അമേരിക്ക അന്വേഷിച്ചപ്പോൾ, ഇനി ഞങ്ങൾ ജോലിക്ക് വരുന്നില്ല, ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ധാരാളം അവരുടെ ശമ്പളം ഏറെ നൽകാമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാർത്തയും ഉണ്ടായിരുന്നു. എന്തായാലും പിന്നീടാണ് നമ്മൾ അറിയുന്നത്,
നായകളിലൂടെയും പൂച്ചകളിലൂടെയും ഒക്കെ ജനങ്ങളുടെ മേലെ അതിവേഗം പകർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരിതാണെന്ന്. ഈ വൈറസിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ റബ്ബ് സുബ്ഹാനഹു തആലക്ക് ഒരു പണിയുമില്ല മനുഷ്യകുലത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കുലത്തെ ഈ ജീവജാലങ്ങളെ നശിപ്പിക്കാനോ ഒന്നും തന്നെ. അപ്പോൾ മനുഷ്യൻ്റെ ഈ മരുന്നിൻ്റെ ഒക്കെ കണ്ടുപിടുത്തം കാരണം മനുഷ്യത്ര നീണ്ടു നിന്നു എന്നേ ഉള്ളൂ. എങ്കിൽ പോലും ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും മരിക്കുന്നില്ല. ഈ മരണം വളരെ ആവശ്യമാണ് പ്രകൃതിക്ക് എന്നുള്ളതാണ് ഒരു നിയമം, പ്രകൃതി നിയമം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാബിൽ നിന്ന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോവുക പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇത് മനുഷ്യൻ്റെ കരം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക. അല്ലാതെ ഇപ്പോൾ മറ്റേ അത് സൂക്ഷിച്ചിരിക്കുന്ന ജാറടക്കം നഷ്ടപ്പെടില്ലല്ലോ. വൈറസ് അതിൽ നിന്ന് എങ്ങോട്ടെങ്കിലും അപ്രത്യക്ഷമാകുകയാണ്, ജാറോടെ ബാക്കിയാവേണ്ടതാണ്. പക്ഷേ ജാറടക്കമാണ് വൈറസുകളെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് അതൊരു ദുരൂഹമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. അവിടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ജീവികളിലേക്ക് എത്രയും വേഗം വൈറസ് പകരുകയും അത് മനുഷ്യനിലേക്ക് അതിരൂക്ഷമായ വിധം പെട്ടെന്ന് പകരുകയും ചെയ്യുമ്പോൾ കോവിഡിനേക്കാൾ വലിയൊരു ആപത്ത് നമ്മെ ഗ്രസിക്കാനിരിക്കുന്നുണ്ടോ എന്നാണ് ഈ ലോകം ഉറ്റുനോക്കുന്നത്. ഈ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നെനിക്കറിയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമ്മൾക്ക് വീണ്ടും നമ്മൾ ആ മുഖംമൂടിയൊക്കെ അണിയേണ്ട ഒരു സന്ദർഭത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ ഇത് എവിടെയാണ് പൊട്ടിപ്പുറപ്പെടുക എന്ന് യാതൊരു നിർണയവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് ഒരുപക്ഷെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി പരത്തുമോ എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള കാലങ്ങളൊന്നും തന്നെ നമുക്ക് വിശ്വാസയോഗ്യമായ ഒരു കാലമല്ല വരാൻ പോകുന്നത്. മനുഷ്യനും തമ്മിലുള്ള അടാത് പോരുകളിലേക്കാണ് ഇതെല്ലാം തന്നെ വന്ന് കലാശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ദുഃഖകരമായ അവസ്ഥ കൂടി ഇതിനുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വൈറസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആരോ ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്ററിനുള്ളിൽ ഒരു പൊടിയുണ്ടായിരുന്നു. ആ പൊടി അയാൾ ശ്വസിക്കാൻ ഇടവരികയാണെങ്കിൽ അയാൾ ഭ്രാന്തി പശുക്കളെ പോലെ നിലത്ത് കിടന്ന് ഉരുണ്ട് മരിക്കുമായിരുന്നു എന്നാണ് അപ്പോൾ അവിടെ സെനറ്റിലുണ്ടായിരുന്ന ഇൻ്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞു. എന്തായാലും ശരി, ആ ലെറ്റർ പൊളിച്ച് അതിനുള്ളിലുള്ള എന്താണ് ആ പൊടി, വേറെ എഴുത്തൊന്നുമില്ല, അല്പം പൊടി മാത്രമേ ഉള്ളൂ. അത് അയാളുടെ കയ്യിലോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിലോ മൂക്കിലോ പതിക്കുകയാണെങ്കിൽ തീർച്ചയായും അപകടം സംഭവിക്കാൻ ഇടയാകുമായിരുന്നു. അതായിരുന്നു ആന്ത്രാക്സ് വൈറസ് എന്ന് പറയുന്നത്. അതവരുടെ ഒരു പരീക്ഷണമായിരുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ധാരാളം പശുക്കളൊക്കെ ഭ്രാന്താക്കി ചത്തുപോവുകയും ചെയ്യുന്നതായിട്ട് കണ്ടു നമ്മൾ ലോകം. അപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. എന്തായാലും ഈ വാർത്ത നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമോ, അതോ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമോ, അതോ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുമോ എന്നെനിക്കറിയില്ല. ഇത് സത്യമായൊരു വാർത്തയാണ്. ഇപ്പോൾ ഗൂഗിൾ തിരയുമ്പോൾ കാണുന്നതാണ്. ഇങ്ങനെ ആസ്ട്രേലിയയിൽ നിന്നാണ് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആസ്ട്രേലിയൻ ലാബിലായിരുന്നു ഈ നിരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രിഡ്ജിന് ഒരല്പം കേടുണ്ടായിരുന്നതുകൊണ്ട് അത് മറ്റൊരു ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നു എന്നും അറിയാൻ കഴിയുന്നു. പിന്നെ പിറ്റേന്ന് ജോലിക്കാർ വന്ന് നോക്കുമ്പോഴാണ് ആ ജാറ് കാണാത്തത്. അത് എന്തുകൊണ്ട്, അതോ അവിടെയുള്ള ജോലിക്കാർക്ക് എന്തെങ്കിലും ഇനാം വാഗ്ദാനം ചെയ്തിട്ട് ടെററിസ്റ്റുകളുടെ കയ്യിലേക്ക് രോഗാണുക്കൾ കൈമാറിയോ എന്തോ എന്ന് അറിയില്ല. കൃത്യമായൊരു ന്യൂസ് ഇതിന് കിട്ടിയിട്ടില്ല. എന്തായാലും ശരി, ഈ സംഭവങ്ങൾ കോവിഡിനേക്കാൾ അതിഭയങ്കരമായൊരു സംഭവവികാസങ്ങളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത് ആട്ടോമാറ്റിക്കലായിട്ട് വരുന്ന രോഗമല്ല. അതായത് ആട്ടോമാറ്റിക്കൽ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസ നബിയുടെ കാലത്ത് ഫിറൗനുമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഇടയിലെല്ലാം തന്നെ
അവിടെ അതിക്രൂരന്മാരായ മനുഷ്യങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഒതുക്കാൻ വേണ്ടി ഇറക്കിയതാണ് സത്യത്തിൽ പ്ലേഗ് എന്ന് പറയുന്ന സുഖം. അത് രാജ്യം മുഴുവൻ സർവ്വവ്യാപകമായി സംഭവിക്കുകയും അവിടെയുള്ള ചീത്ത ജനങ്ങൾ മുഴുവൻ മരണപ്പെട്ടു പോവുകയും ബാക്കിയുള്ള അവിടെയുള്ള ഇസ്രായേലികളുമായിട്ട് ഈ മൂസാ നബി രക്ഷപ്പെടുകയാണ് ചെയ്തത്, നേരെ പിന്നെ എന്താ പറയുക പാലസ്തീനിലേക്ക്. സത്യമാണിത്, ഇത് പഴയ കഥയാണിത്. അവിടെ കിടന്നിട്ട് പിന്നെ ഫിറൗൻ്റെ ജനങ്ങളെല്ലാം മരണപ്പെടുകയും ഫിറൗന് പിന്നെ ഈ നദിയിൽ വീണ് മരിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് അത് വിശദീകരിക്കുന്ന ഖുർആൻ്റെ പിന്നെ കാലഘട്ടത്തിൽ പിന്നെ അത് സത്യമാണോ എന്നറിയാൻ വേണ്ടി നദിയിൽ മുങ്ങിത്തപ്പുകയും ആ ജഡം കിട്ടുകയും അത് ലെനിൻഗ്രാഡ് മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. സത്യമാണ് ഈ പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, അങ്ങനെ ഒരു രോഗാണുക്കളെ വരുത്തിയിട്ട് ജനങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ, അല്ലെങ്കിൽ മറ്റേ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ജനങ്ങളെ ഒന്നും കൊല്ലാൻ അള്ളാഹുവിന് യാതൊരു പണിയുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഈ ജനങ്ങളുടെ ചാടിക്കളി എന്നുള്ളതൊന്നും യാതൊരു വിഷയമുള്ള കാര്യമല്ല. സംഭവങ്ങൾ വികാസത്തിലും മനുഷ്യനെ കൊന്നുകൂട്ടേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ കൊല്ലേണ്ട സമയത്ത് കൊല്ലുകയും ജനിപ്പിക്കേണ്ട സമയത്ത് ജനിപ്പിക്കുകയും ചെയ്യുന്നൊരു നാഥൻ ഇതിനെല്ലാം ഉണ്ട് എന്ന വിശ്വാസക്കേടിൽ നിന്നാണ് ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. എന്തായാലും ശരി, ഇത് മഹാക്രൂരമായൊരു അവസ്ഥയാണ് സംഭവിച്ചത്. മറ്റൊരു ടെസ്റ്റിംഗ് ആയിരുന്നു അത് എന്നാണ് പിന്നീട് ഈ കോവിഡിനെ പറ്റി ഇൻ്റലിജൻസ് വൃത്തങ്ങളെല്ലാം പറഞ്ഞത്. അത് ചൈനയുടെ ഒരു ക്രൂര വിനോദമായിരുന്നോ അതോ അമേരിക്കയായിരുന്നോ ഇതിന് പിന്നിൽ, ആരായിരുന്നു ഇതിന് പിന്നിലെന്ന്, ഇന്ത്യ ആയിരുന്നു ഇതിന് പിന്നിൽ നിന്ന് വരെ പറഞ്ഞ ആളുകളുണ്ട്. സത്യത്തിൽ ഈ പറഞ്ഞ ആളുകൾ അമേരിക്കയോ അല്ലെങ്കിൽ ഈ ഇന്ത്യയോ ഒന്നും ആയിരുന്നില്ല, ചൈന തന്നെ ആയിരുന്നു ആണ് ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചൈന അത് നിഷേധിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ചെയ്തൊരു കുറ്റം ഞാൻ തന്നെ ചെയ്തു എന്ന് ആരും പറയില്ലല്ലോ. എന്തായാലും ശരി, ഇവിടെ രോഗാണുക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഭക്ഷണ സാധനങ്ങളിലൂടെയും വിദേശത്തു നിന്ന് വരുന്നവരുടെ മറ്റേ സമ്പർക്കങ്ങളും, അതുപോലെ കോവിഡ് തന്നെ ഇപ്പോൾ ദുനിയാവിൽ നിന്ന് പോയിട്ടില്ല, അത് മറ്റൊരു രൂപത്തിലേക്ക് വഴിമാറുകയാണ് ചെയ്തത്. ഈ രോഗാണുക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് വേറൊരു രൂപത്തിലേക്ക് വഴിമാറാനും വളരെ സാധ്യതയുണ്ട്. പന്നികളിലേക്കും അതുപോലുള്ള മറ്റു ജീവികളിലേക്കും പിന്നീട് മനുഷ്യരിലേക്കും അല്ലെങ്കിൽ കുരങ്ങിലേക്കും ഏതെങ്കിലും ഒരു കൂട്ടം ജന്തുക്കളിലേക്ക് വന്നുകൊണ്ട് അത് മനുഷ്യനെയും കാർന്നു. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക യന്ത്രമൊന്നുമല്ല. മനുഷ്യനും മറ്റേ മൃഗങ്ങളിലും മറ്റുള്ള കൂട്ടത്തിലും പെട്ട പോലെ ഒരാൾ തന്നെയാണ് ഭൂമിയിലത്തെ. അതുകൊണ്ടാണല്ലോ ഈ രോഗാണുക്കൾ പരസ്പരം ഇതാവുന്നത്. മരുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റില്ലെന്ന് മാത്രം. മൃഗത്തിന് കൊടുക്കുന്ന മരുന്ന് മനുഷ്യന് പറ്റില്ല, അത് വേറൊരു വിഷയമാണ്. എന്തായാലും ലാബിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ലാബിൽ നിന്നാണ് ഇത് പോയിട്ടുള്ളത്. അതൊരു നിസ്സാര സംഭവമായിട്ട് കരുതാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്ന വാർത്ത. അപ്പോൾ ഈ വാർത്ത നിങ്ങൾ അറിയണം എന്നെനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഈ വാർത്ത നിങ്ങളെ അറിയിച്ചു എന്നതുകൊണ്ടും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വൃത്തിയും വെടുപ്പും എല്ലാം ഉണ്ടായിക്കോട്ടെ എന്ന് സാരം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.